ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്കാണ്. വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി വഴി പാലക്കാട് വഴിയാണ് തിരിച്ച് വൈറ്റിലയിലേക്ക് തിരിച്ചു വരുന്നത്. എറണാകുളം വൈറ്റിലയിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. എറണാകുളം വൈറ്റിലയിൽ നിന്ന് കുരുങ്ങൂർ വഴി ഏഴാറ്റുപുഴ റൂട്ട് വഴിയാണ് നമ്മൾ അതിരപ്പള്ളി വാൽപ്പാറയിലേക്ക് പോകുന്നത്. വഴിയിലൊന്നും ആരും ഇല്ല. അങ്ങനെ ഈ റോഡ് വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കും. നമ്മൾ സാധാരണ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ ആ റൂട്ടൊക്കെ ഭയങ്കര തിരക്കായി. ഈ വഴി തിരക്ക് കുറവാണ്. അതാണ് മിക്കപ്പോഴും ഈ റൂട്ടിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇനിയിപ്പോൾ അവർ ഏഴാറ്റൂകം വരെയൊക്കെ വലിയ തിരക്കുണ്ടാവില്ല. പിന്നെ അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഓൾറെഡി തിരക്ക് കുറവായിരിക്കും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇ പാസ് ഇന്ന് എടുക്കാൻ പറ്റിയില്ല. ഇ പാസ് ഇന്ന് കിട്ടിയിട്ടില്ല. ഇ പാസ് ഇല്ലാണ്ട് ഇപ്പോൾ എന്തായാലും മലക്കപ്പാറയിലോട്ട് കയറ്റി വിടൂല. അവിടെ ഭയങ്കര സീനാണ്. ഞങ്ങളപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ വെള്ളിയാഴ്ചത്തേക്ക് ഇ പാസ് കിട്ടണില്ലെന്നാണ് പറഞ്ഞത്. അവസാനം നാളത്തേക്ക് എടുത്തിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പോൾ കയറ്റി വിടുമോ ഇനി നാളെ കയറ്റി വിടുകയുള്ളൂ എന്നുള്ളത് അറിയില്ല. കയറ്റി വിട്ടില്ലെങ്കിൽ മലക്കപ്പാറയിൽ റൂം എവിടെയെങ്കിലും തൽക്കാലം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുവച്ചേക്കണത് വാൽപ്പാറയിലാണ് ഒരു സ്റ്റേ പറഞ്ഞ് വെച്ചേക്കണത്. എന്താവുമെന്നറിയില്ല. സ്റ്റേ എടുത്തിട്ടുണ്ട്. ഈ പാസ് കിട്ടാനായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറ്റി വിടുകയോ ഇല്ലേ എന്നുള്ളത് അവിടെ ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അറിയാം. ചെക്ക് പോസ്റ്റ് എത്തി ഗൈസ്. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്. മൂന്ന് വണ്ടിയുണ്ട്. ഇല്ല, ആ ബാക്ക് 3 എണ്ണം. ബാക്കിൽ ഒരെണ്ണമുണ്ട്. KL 07 DK 0046 ജിജോ. ഞങ്ങൾ നേരെ അതിരപ്പള്ളി മലക്കപ്പാറ. തിരിച്ചു വരില്ല, ആ വഴി പോകും. 3 വണ്ടി. ഓക്കെ. ഇങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാനുള്ള ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. ആനയുണ്ടാവും. ആന ഉണ്ടാകുന്ന റൂട്ടാണെന്നാണ് പറയണതല്ല, നമ്മൾ കുറേ പ്രാവശ്യം വന്ന് കണ്ടിട്ടുള്ളതാണ്. മിക്കപ്പോഴും വന്നിട്ട് വരുമ്പോൾ ഇവിടെ കാണാറുള്ളതാണ്. ഇതിനു മുമ്പ് ഈ വഴി വന്നതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ സമയത്തും കണ്ടിട്ടുണ്ട്. 5-6 ആനേനെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ റൂട്ടിൽ വെച്ച്. അപ്പോൾ മഴ സമയമായതുകൊണ്ട് ഇവിടെ ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും നോക്കാം. ഫെൻസിങ് ഒക്കെ അടിച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ വീടുകളിലൊക്കെ. പാനശല്യം ഉണ്ടാവും. റൂട്ടാണ് അടിപൊളി. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് റോഡ് കിടക്കാൻ.
മേളിലൊക്കെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിൽപ്പുണ്ടോന്നാവും. ഇവിടെയൊക്കെ പുലിയൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയണത്. പുലിനെയൊക്കെ കുറേ പ്രാവശ്യം സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്താണ്, എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതിരാമത്തിലേക്കുള്ള സ്ഥലം. ഇവിടെയാണ് മറ്റേ ഹാങ്ങിങ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഇങ്ങനെ കയറണം. നമുക്ക് നേരെയാണ്. നമ്മൾ കാണാൻ പറ്റുമോ? അവിടെ നോക്കി ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ക്യാമറയിലൂടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പൈനാപ്പിൾ കൃഷിയാണെന്നു, പക്ഷെ ഫെൻസിങ് കളിച്ചിട്ടേക്കണാണ്. ആനശല്യം കൂടുതലായിരിക്കാനാണ് ചാൻസ്. ഏതോ ഒരു ഏരിയയിൽ എപ്പോഴും ആന ഉണ്ടാവും. സ്ഥലം ഓടിച്ച് ഇങ്ങനെ പോയി കഴിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചുകൂടെ പോകണം. അത്യാവശ്യം മേലയിൽ കുറേ എണ്ണപ്പനകളൊക്കെ വരുന്ന നിൽക്കുന്ന സ്ഥലത്താണ് കാണാറുള്ളത്. റോഡ് കുറച്ച് ശോകമാണ്, അത് നമുക്ക് അറിയാമായിരുന്നു ശോകമാണ്. ഓഫ് റോഡ് ഭ്രാന്തന്മാരൊക്കെ പോകുന്നുണ്ട്. പട്ടി ഓടിച്ചിട്ടാരേ വട്ടാരോ. ആനേനെ പേടിച്ചു പോകുമ്പോൾ പട്ടി പേടിപ്പിച്ചല്ലോ. ആനപ്പണ്ടത്തിൻ്റെ കളിയാണ്. ആന മറിച്ചിട്ടേക്കണ ആനപ്പിണ്ടവും കുറേ കാണാം. കുറേ പന മറിച്ചിട്ടേക്കണതും കാണാം. റോഡ് ശോകമാണ്. വേറെ സീനൊന്നുമില്ല. കാണാനൊക്കെ അടിപൊളി, സൂപ്പർ വ്യൂ സെറ്റപ്പ്. കുറച്ച് ഓഫ് റോഡൊക്കെ വേണം, എന്നാലൊരു എന്തൊക്കെയൊക്കെ സെറ്റപ്പേ ഉള്ളു. പഞ്ചറാകാതിരുന്നാൽ മാത്രം മതി. ഓഫ് റോഡിന് സീനൊന്നുമില്ല. അയ്യോ, അമ്പലത്തി അപ്പോൾ ആനേനെ കാണുന്ന സ്ഥലം കഴിഞ്ഞ ഒരു സ്ഥലം ഉണ്ടായാലും ആനേനെ സ്ഥിരം കാണുന്നത് ഒരു ഏരിയ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒന്നുകൊണ്ട് അതല്ലേ ആനകൾ ഇഷ്ടം പോലെ ഉണ്ട്. നാൽപ്പറയൊക്കെ മഴ ഉണ്ടാകുന്ന പറയൂ. കുറേ മഴ ഉണ്ടാവില്ലേ? ഉണ്ടെന്ന് അതൊക്കെ ക്ലിയർ ആവില്ല. ഇവിടെ ഒരു 3 നിൽക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ചായ കുടിച്ചിട്ടല്ലേ? എന്ന് കഴിഞ്ഞാൽ സംഭവം കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് വ്യൂ.
ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് ഇവിടെ അല്ലേ? എന്നാ കയറാ. കയറി നോക്കാം. ഓഫ് റോഡാണ്, ഓഫ് റോഡ്. അയ്യോ അമ്മേ, ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ട. ഇവിടെ നിന്നാണ് ഗൈസ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റിന് എത്രയാണെന്ന് അറിയില്ല, നോക്കാം. ഒരാൾക്ക് 60 രൂപ വെച്ച് 3 പേർക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മളിതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വാഴിച്ചാലും നമുക്ക് ഇതുകൊണ്ട് ഈ ടിക്കറ്റ് കൊണ്ട് തന്നെ കയറാമെന്നാണ് ഇവർ പറയുന്നത്. അതിരപ്പള്ളിയാണ് കേസ്, അതിരപ്പള്ളി. ഇതൊന്നുമല്ല നടപ്പ്, സീ നടപ്പാണ്. നടക്ക് ഇതൊന്നും പറയാതിരിക്കാണ്ടി. ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. നേരെ പോകാനല്ലേ? നേരെ കയറാം, ഇവിടെ കയറണ്ടല്ലോ. പാൽപ്പാറക്കാണ്. KL 07. നമുക്ക് ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് ആഴ്ചാലിൽ നിന്ന്. അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് ആരോ ആണെന്ന് തോന്നുന്നു. പറമ്പ് പശു. ഇവിടെയാണല്ലേ KSEBിയുടെ ക്വാർട്ടേഴ്സൊക്കെ ഉള്ളത്. പെരിങ്ങൽക്കൂത്ത് ഡാം, ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഡാമിലേക്ക് കയറിയിട്ടുണ്ട്. റേഞ്ച് പോസ്റ്റ് ഓഫീസ് ഏതാണ് വരി. ഹോട്ടൽ കണ്ടെത്തി. ഹോട്ടൽ ഇവരാണ് ലാസ്റ്റ് ഹോട്ടൽ. ഇനി വേറെ ഹോട്ടലൊന്നുമില്ല.
ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്. മിശ്രീ റെസ്റ്റോറൻറ്റ്. ഇനി അങ്ങോട്ട് പോയാൽ പിന്നെ ഫുഡൊന്നും കിട്ടൂല, ഇവിടെ നിന്ന് തന്നെ കഴിക്കേണ്ടി വരും. ചോറുണ്ടാകുന്ന ആദിവാസികൾ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങോട്ട് പോകാൻ പറ്റുമെന്നാവും. അങ്ങോട്ട് പോകാൻ പറ്റില്ല. പോകാൻ പറ്റും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാലേ, അതുകൊണ്ട് പോണില്ല. ഇവർ ചൂണ്ടിടാൻ വേണ്ടി പോകണമെന്നാണ്. അത് തന്നെ അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്, അവരുടെ അടുത്തോട്ട് ചൂണ്ടിടാൻ വേണ്ടി പോകണം. പക്ഷെ ഇവിടെ ആനപ്പിണ്ടോ കിടക്കണുണ്ടോ? ഇവരെങ്ങനെ റിസ്ക് എടുത്ത് പോകണമെന്നാണ്. ഇതാണ് വാച്ചുമാരും ആദിവാസി കോളനി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ആനേനെ കണ്ടത്. അവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. ആദിവാസികൾ ബസ് നോക്കിക്കണേന്നു. അവിടെ അന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് ആനേനെ കണ്ടത്. അതൊന്നും ഉണ്ടാവൂലെന്നറിയില്ല, പോയി നോക്കാം. ഞാൻ ഓടിക്കുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440 ആണ്. അതിന് സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്ര നാളെ മൈലേജ് ഒന്നും വലിയ രീതിയിൽ നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ പോക്കിൽ നമ്മൾ മൈലേജൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എന്തായാലും ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. മലക്കപ്പാറ എത്തി ഗൈസ്, മലക്കപ്പാറ എത്തി. ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് ആവാറായിട്ടെന്ന് തോന്നുന്നത്. കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കയറ്റി വിടുമെന്നുള്ളതാണ് നമ്മുടെ സംശയം. എന്നറിയാത്ത പോലെ പോയി പാസ് കാണിച്ചു നോക്കാം. ഇങ്ങനെ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ്
ഇനി മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ആണ് എന്താവും എന്നുള്ളത് അറിയാൻ പാടുള്ളത്. ചെറുതായിട്ട് മഴ പൊടിയുണ്ട്, നല്ല തണുപ്പുമുണ്ട്. കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് നല്ല കോട വന്ന് നിൽപ്പുണ്ട്. നമ്മൾ പോണ വഴിയിൽ ഈ മഴയുള്ളത് കൊണ്ടാണോ കിട്ടാത്തതെന്ന് അറിയില്ല. ഓ, അടിപൊളി വ്യൂ ആണ്. ഇത്ര നേരം കാട് കണ്ട് വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വേറൊരു സീൻ തന്നെ. അടിപൊളി. കയറ്റി വിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങാട് തന്നെ തിരിച്ചു വരേണ്ടി വന്ന വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വരും. വാൽപ്പാറ നേരെ മുഡീസ് ലെഫ്റ്റ് റൈറ്റ്. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് എത്താറായി. യെസ്, ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. കയറ്റി വിടുമെന്നോ നേരെ കയറി പോയാലേ. ചെക്ക് പോസ്റ്റിലൊന്നും ചോദിച്ചില്ല കേട്ടോ, ഭാഗ്യമുണ്ട്, ഒന്നും ചോദിച്ചില്ല. ആളില്ല, ഭാഗ്യമുണ്ട്. എവിടെയൊക്കെ ഒന്ന് നിർത്താം, നമ്മളെ റൂട്ടൊന്ന് കൺഫേം ആക്കിയേക്കാം. ആളുകളൊക്കെ ചോദിച്ചു നോക്കണം നമ്മൾ ഉദ്ദേശിച്ച വഴി ഇതാണോ എന്ന്. സാധാരണ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ഏരിയ പോകാറുള്ളത്, ഇപ്പോൾ റൈറ്റ് ഏരിയയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളിലൊക്കെ ചോദിച്ചു നോക്കാം, വാൽപ്പാറയെ ചോദിച്ചു പോകാം. കുഞ്ഞ് വാൽപ്പാറ നേരെ പോവോ? ഓക്കെ. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അവരുടെ വീടൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നും. ഇവരുടെ അവസ്ഥ ഇവർക്കല്ലേ അറിയുള്ളൂ, ഇവർക്ക് എങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തോന്നുന്നത്. ഈ മഴയും ഇതൊക്കെ വരുമ്പോഴൊക്കെ ഇവർക്കൊക്കെ പേടിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ചരിവിലൊക്കെ അല്ലേ ഈ വീടുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഒന്ന് തോന്നണം ഈ പുലി ആനയൊക്കെ ഇറങ്ങി പ്രശ്നങ്ങളുണ്ടാക്കുന്നതും പിള്ളേരെ പിടിക്കുന്നതൊക്കെ ഏരിയ ഈ മലക്കപ്പാറയൊക്കെ പറഞ്ഞ് ഇടേക്കണത്. ഓ, വാൽപ്പാറ സിറ്റി എത്തി. യെസ്, ഇതാണ് വാൽപ്പാറ. സ്റ്റേറ്റ് ബാങ്ക് റോഡ്, സ്റ്റേറ്റ് ബാങ്ക്. ആ, ഓക്കെ. സ്റ്റേറ്റ് ബാങ്ക് റോഡ്. ആ, പെട്രോൾ. ഓക്കെ ഓക്കെ, ശരി.
റൂമിൻ്റെ സ്ഥലം ഇവിടെ അടുത്താണ് കാണിക്കണത്. ആ 270 കിലോമീറ്റർ അല്ല 270 മീറ്ററിൽ നിന്ന് റൈറ്റ് എങ്ങാണ്ട് കാണിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, ഇവിടുത്തെ വാൽപ്പാറയിലെ റൂം. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്ന വെച്ചാൽ നമ്മൾ 2 ഫ്രണ്ട്സും കൂടി എത്തിയിട്ടുണ്ടാവും. അങ്ങനെ മൊത്തം നമ്മൾ ടോട്ടൽ 5 പേരാണ് ഈ റൂമിൽ താമസിച്ചത്. നമ്മളെ ഇവിടെ എന്താ റൂമിൻ്റെ റെൻ്റായിട്ട് 2500 പറഞ്ഞത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമുമാണ്, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഈ റൂം. എന്നാലും നമുക്ക് കണ്ടാൽ ഇത് വെള്ളച്ചാട്ടവും തേയിലത്തോട്ടവും അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് ഇവിടുത്തെ വിഷ്വൽസൊക്കെ. റൂം അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റാണ്, കുഴപ്പമില്ല. ബാത്റൂമിൻ്റെ കർട്ടൻ മാറ്റിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നതാണ്. തിരിക്കുകയാണ് അവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വണ്ടിയൊക്കെ എടുത്ത് ഫുഡും കഴിച്ചിട്ട് പൊള്ളാച്ചിക്ക് പോകാനുള്ള പരിപാടിയാണ്. അമ്പലമൊക്കെ കോടയിൽ മുങ്ങിയിരിക്കുകയാണ്. അടിപൊളി. ഒരമ്പലമുണ്ട് കേട്ടോ അവിടെ, അടിപൊളിയാണ് കാണാൻ. വളരെ ഇരിഞ്ഞ് എല്ലാം അമ്പലത്തിന് മുമ്പിലോട്ടാണ്. അടിപൊളി സെറ്റപ്പ് അല്ലേ. കയറിയല്ലേ വാട്ടർഫോൾ. അത് തന്നെ ഇവിടെയായിട്ടാണ് ആ സ്ഥലം. മഞ്ഞ പൂവ് ഫോട്ടോജനിക് സ്ഥലം. ഒരു ക്ലീൻ ചെയ്യാനാണ് ഇവിടെ സാധാരണ ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കുന്നത്. അവിടെ പോയാൽ ലോങ്ങല്ലേ. ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കും. ചായ കുടിക്കാം. ചായ കടിയുണ്ട് പറയാ
കോഫി ഇല്ലേ? ഈ ഹൈ റേഞ്ചിൽ കയറി വന്നിട്ട് നമ്മുടെ വണ്ടിക്ക് കിട്ടിയത് 33 കിലോമീറ്റർ മൈലേജാണ്. ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ബൈ ഗൈസ്.